പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകുകയാണ്. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ്റെ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങളും മിസൈൽ സംവിധാനങ്ങളുമെല്ലാം ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കുകയാണ് അമേരിക്ക. സമാധാന ചർച്ചകൾ മുഴുവൻ റദ്ദാക്കുകയും പിന്നീട് അമേരിക്ക ശക്തമായ ആക്രമണം ഇറാനിൽ നടത്തുകയുമായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതത്തിന് തടസ്സം വരുത്തുകയും കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്തതോടുകൂടിയാണ് അമേരിക്ക ആക്രമണം ശക്തമാക്കിയത്. സമാധാന ചർച്ചകളിൽ നിന്നും പിൻവലിഞ്ഞതും ആദ്യം അമേരിക്ക തന്നെ. ഹോർമൂസിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ ഇറാൻ നേരിട്ട് പദ്ധതിയിട്ടതും അമേരിക്കയെ ചൊടിപ്പിച്ചു. ഇതാണ് ഇപ്പോൾ പുതിയ സംഘർഷത്തിന് കാരണം. പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റി. ഇപ്പോൾ വീണ്ടും കനത്ത രീതിയിൽ ആക്രമണം അമേരിക്ക നടത്തുകയാണ്. അമേരിക്കയ്ക്കൊപ്പം ഇസ്രയേൽ ചേരുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ അതിശക്തമായ ആക്രമണം അമേരിക്ക ഇപ്പോൾ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെല്ലാം തകർത്തിരിക്കുകയാണ്. ഇറാൻ്റെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർത്തിരിക്കുന്നു. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു സുപ്രധാനമായ ഇടപെടൽ ഉണ്ടാകുന്നത്. ആ ഇടപെടൽ മറ്റൊന്നുമല്ല, റഷ്യയുടെ ഇടപെടലാണ്. കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനമായ, അതായത് ആകാശത്തെ കമാൻഡ് കൺട്രോൾ എന്നറിയപ്പെടുന്ന വിമാനം, നിരീക്ഷണ വിമാനം Tu-214 വിമാനമാണ്. ആ വിമാനമാണ് ഇപ്പോൾ ടെഹ്റാനിൽ എത്തിയിരിക്കുന്നത്. ടുപോളേവ് എന്നറിയപ്പെടുന്ന ഈ വിമാനം പറക്കുന്ന കമാൻഡ് പോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിമാനമാണ്. അതായത് യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഭൂമിയിലെ ഈ കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടാലും ആകാശത്ത് വെച്ച് ഈ കമാൻഡ് സംവിധാനങ്ങളെ പ്രവർത്തിപ്പിക്കാനും അതോടൊപ്പം തന്നെ സൈന്യവുമായി ആശയവിനിമയം നടത്താനും ഒക്കെ സാധിക്കുന്ന സംവിധാനങ്ങളാണ് ഈ വിമാനത്തിലുള്ളത്. Tu-214 വിമാനങ്ങളെ വളരെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിരീക്ഷണ വിമാനങ്ങളാക്കി കമാൻഡ് സെൻ്ററാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്യാധുനികമായ സുരക്ഷിതമായ സാങ്കേതിക വിദ്യാ സംവിധാനങ്ങളും ഡേറ്റ ലിങ്കുകളുമാണ് ഈ ഒരു വിമാനത്തിൻ്റെ പ്രത്യേകത. റഷ്യൻ പ്രസിഡന്റും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ വളരെ നിർണായകമായ സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആകാശത്ത് വെച്ച് സൈന്യത്തെ നിയന്ത്രിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഈ വിമാനം ഉപയോഗിക്കുക. റഷ്യയുടെ റോസിയ സ്പെഷ്യൽ ഫ്ലൈറ്റ് സ്ക്വാഡ്രൺ എന്നറിയപ്പെടുന്ന റഷ്യൻ പ്രസിഡന്റിൻ്റെയും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ക്വാഡ്രനാണ് ഈ വിമാനം ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഏതാണ്ട് 6500 കിലോമീറ്റർ ദൂരം തുടർച്ചയായി പറക്കാൻ ഈ വിമാനത്തിന് സാധിക്കുമെന്നുള്ളതാണ്. 850 കിലോമീറ്റർ മണിക്കൂറിൽ 850 കിലോമീറ്റർ വേഗതയിൽ ഈ വിമാനത്തിന് പറക്കാൻ കഴിയും. അങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട ഒരു വിമാനമാണ് ടെഹ്റാനിലേക്ക് ഈ സമയത്ത് അമേരിക്ക അതിശക്തമായ ആക്രമണം നടക്കുന്ന സമയത്ത് റഷ്യ എത്തിച്ചിരിക്കുന്നത്. അതായത് പരോക്ഷമായി നേരത്തെ ഇറാനെ സഹായിക്കുന്ന നിലപാട് റഷ്യ സ്വീകരിച്ചിരുന്നു. ഇറാന് ആവശ്യമുള്ള സഹായങ്ങൾ, ആയുധങ്ങളും അതുപോലെ തന്നെ മിസൈൽ നിർമ്മിക്കാനുള്ള വസ്തുക്കളും എല്ലാം റഷ്യ നൽകിയിരുന്നു. പരോക്ഷമായിട്ടാണ് ആ സഹായങ്ങളൊക്കെ നൽകിയത്. ഇപ്പോൾ റഷ്യ പ്രത്യക്ഷമായി തന്നെ യുദ്ധരംഗത്തേക്ക് വന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇറാന് ഈ വിമാനം നൽകിയിരിക്കുന്നു എന്നുള്ളത്. ഇറാൻ്റെ ഈ പറയുന്നത് പോലെയുള്ള ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം തകർത്തുകൊണ്ട് കമാൻഡും അതുപോലെ തന്നെ സൈന്യവും തമ്മിലുള്ള ഗ്യാപ്പ് അത് തകർക്കാനാണ്, അല്ലെങ്കിൽ ബന്ധം അത് തകർക്കാനാണ് അമേരിക്ക എപ്പോഴും ശ്രമിക്കുന്നത്. അത് തകർന്നു കഴിഞ്ഞാൽ പകരം സംവിധാനമാണ് ഈ പറയുന്ന വിമാനം Tu-214 എന്ന് പറയുന്ന വിമാനം. ആ വിമാനം ആണ് ഇപ്പോൾ റഷ്യ അടിയന്തരമായി ടെഹ്റാനിൽ എത്തിച്ചിരിക്കുന്നത്. ഇത് റഷ്യയുടെ നേരിട്ടുള്ള ഇടപെടലായി ഇപ്പോൾ കാണാൻ സാധിക്കും. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയുമായും ചൈനയുമായും ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റെയിൽ പാളങ്ങൾ ഇറാനിൽ അമേരിക്ക തകർത്തിരുന്നു. ഇതോടുകൂടി റഷ്യയുമായും ചൈനയുമായും ഇറാന് നേരിട്ട് റെയിൽവേ ബന്ധം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. തന്ത്രപ്രധാനമായ വസ്തുക്കൾ എത്തിക്കുന്നത് ഇതുവഴിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റഷ്യയുടെ ഗ്രൗണ്ട് സ്റ്റേഷനുകളും ഡ്രോൺ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുമെല്ലാം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം അമേരിക്ക തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് റഷ്യൻ സൈന്യത്തിന് ഇനി അമേരിക്കയുമായി ചെറുത്ത് നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ ആവശ്യമാണ്. ആ സംവിധാനങ്ങളാണ് ഇപ്പോൾ റഷ്യ ഇവിടെ എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. റഷ്യയും യുക്രൈനും കഴിഞ്ഞ കുറേ നാളുകളായി സംഘർഷത്തിലാണ്. ആ സംഘർഷത്തിൽ അമേരിക്ക യുക്രൈനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ആ നിലപാട് അല്ലെങ്കിൽ അതിന് പകരം എന്ന രീതിയിലാണ് ഇപ്പോൾ റഷ്യ
റഷ്യ ഇറാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്ക യുക്രൈനെ സഹായിക്കുന്നത് പോലെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഞങ്ങൾ ഇറാനെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇറാനെ സഹായിക്കുന്നു എന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു നയം വ്യക്തമാക്കുക കൂടിയാണ് ഈ ഫ്ലൈറ്റ് അല്ലെങ്കിൽ 214 വിമാനം ടെഹ്റാനിൽ എത്തിച്ചതോടുകൂടി റഷ്യ ചെയ്തിരിക്കുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ തന്നെ അമേരിക്കയ്ക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ട്. റഷ്യയും യുക്രൈനും തമ്മിൽ അമേരിക്ക മുൻകൈയെടുത്തു തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകളൊന്നും ഫലം കണ്ടില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന് ഇപ്പോൾ ഇങ്ങനെ ഒരു സഹായവുമായി റഷ്യ വന്നിരിക്കുന്നത്. അത് അമേരിക്കയെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നേരത്തെ ഇറാനിൽ മിസൈൽ നിർമ്മിക്കുന്ന ഭാഗങ്ങളുമൊക്കെയായി ഒരു ചൈനീസ് കപ്പൽ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. മാത്രമല്ല അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടത്തുന്ന ഇറാനെ ഏതു വിധേനയും പാഠം പഠിപ്പിക്കാനായി ഇപ്പോൾ അമേരിക്ക വലിയ സൈനിക നടപടിയാണ് ഇറാനിൽ നടത്തുന്നത്. ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ആ ഉപരോധമൊക്കെ മാറ്റി സമാധാന ഉടമ്പടി ഒപ്പിട്ടതോടുകൂടി ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമായിരുന്നു. പക്ഷേ വീണ്ടും ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ IRGC ആക്രമിച്ചു. പ്രത്യേകിച്ചും അമേരിക്കൻ കപ്പലുകളെ IRGC ആക്രമിച്ചു. മാത്രമല്ല സമാധാന ഉടമ്പടി പ്രകാരമുള്ള ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ നടന്നുകൊണ്ടിരിക്കെ തന്നെ അമേരിക്കക്കകത്ത് ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിച്ചുവെന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനും ശ്രമിച്ചു എന്ന തെളിവുകൾ നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമീപനം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ടാണ് സമാധാന ചർച്ചകളിൽ നിന്നുമൊക്കെ അമേരിക്ക പിൻവാങ്ങിയതും ഇപ്പോൾ കനത്ത ആക്രമണം നടത്തുന്നതും. ആ ആക്രമണത്തിനിടയിലാണ് ഇപ്പോൾ റഷ്യയുടെ വിമാനം, അത്യാധുനികമായ നിരീക്ഷണ വിമാനം ടെഹ്റാനിൽ എത്തിയിരിക്കുന്നത്.